കൊച്ചിയിൽ ട്രെയിൻ തട്ടി മരിച്ചയാളുടെ പണം കവർന്ന പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ആലുവ എസ് ഐ യു സലീമിനെയാണ് സസ്പെൻഡ് ചെയ്തത്. റൂറൽ എസ് പിയുടേതാണ് നടപടി. രാഗിൻ വിവരങ്ങളുമാണ്. രാഗിൻ, കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അതെ, കേൾക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാകുന്നത്. ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് നടപടി? സേനയ്ക്കാകെ നാണക്കേടാകുന്ന നടപടിയാണ് ആലുവ സ്റ്റേഷനിലെ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 19-നാണ് അവിടെ ട്രെയിൻ തട്ടി ഒരു ഇതര സംസ്ഥാനക്കാരൻ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാഗും അതോടൊപ്പം തന്നെ കുറച്ച് ആഭരണങ്ങളുമൊക്കെ അതിന്റെ ഭാഗമായി എത്തിച്ചിരുന്നു. GD എൻട്രിയിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുക എത്ര, അതോടൊപ്പം തന്നെ ഈ ആഭരണങ്ങളും എത്ര എന്നടക്കമുള്ള കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ വസ്തുവകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയപ്പോൾ ആണ് അതിൽ ഒരു കുറവ്, പണത്തിന്റെ എമൗണ്ടിൽ ഒരു കുറവ് കണ്ടത്. അത് പോലീസിലും ബോധ്യമായിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യം പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് സ്റ്റേഷനിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പണം എടുക്കുന്നതാണ് ബോധ്യമായിട്ടുള്ളത്. തുടർന്നാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഏകദേശം 3000-ഓളം രൂപയുടെ കുറവ് ഇതിലുണ്ടായിരുന്നു. അതായത് 3000 രൂപ ഈ ഉദ്യോഗസ്ഥൻ എടുത്തു എന്നതാണ് വ്യക്തമാകുന്നത്. ASI യു സലീമിനെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി വന്നിരിക്കുന്നത്.